അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ലിഖാഇനെ കാണുക, സ്വർഗത്തിൽ കടക്കുക, അല്ലെ? നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. എന്താ? ഖബറിൽ രക്ഷപ്പെടുത്തണേ അല്ലാ, സ്വർഗത്തിൽ കടത്തണേ അല്ലാ, അല്ലെ? അതിനു വേണ്ടിയാണ് നമ്മളിവിടെ കഷ്ടപ്പെട്ടിട്ടും അള്ളാഹു താല പറയുന്ന ആ രൂപത്തിൽ തന്നെ ജീവിക്കുകയും അള്ളാഹു താല വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ചില കാരണങ്ങളെ കൊണ്ട് ആ സ്വർഗം നമുക്ക് നിഷേധിക്കാനും സാധ്യതയുണ്ട്. ആ വിഷയത്തിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ചില സ്ത്രീകളുടെ ഒരു പ്രവൃത്തിയുടെ കാരണം കൊണ്ട് സ്വർഗം നിഷേധിക്കാൻ സാധ്യതയുണ്ട്. നമുക്കത് വളരെ ചെറിയ കാര്യമായിരിക്കും, എന്നാൽ ആ കാര്യത്തിന് അള്ളാഹുവിൻ്റെ അടുത്ത് വളരെയധികം പ്രശ്നമുണ്ട്. വളരെ ഗുരുതരമായ വിഷയമാണത്. എന്താണ് ആ വിഷയം? ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉസ്താദ് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടിട്ട് വിശദീകരിക്കാം. ഒരു പെണ്ണിന് നരകം കിട്ടാൻ കാരണമാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ കാരണം എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ചെയ്തു കൊടുത്തിട്ട് ആ പെണ്ണ് പറയാ, എനിക്ക് എന്താ ചെയ്തു തന്നത്? ആ വാക്കിന് വലിയ വേദനയുണ്ടാവും. അങ്ങനെ ഒരു ഭർത്താവിനോട് പറഞ്ഞതിന്റെ പേരിൽ പെണ്ണുങ്ങളിൽ ഒരുപാട് പേര് നരകത്തിലേക്ക് പോകുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നന്ദികേടാണത്. ഒരു കാര്യം നടത്തിയില്ല എന്ന് വിചാരിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നന്മകൾ മറന്നു പോവുകയാണോ? നന്ദികേടല്ലേ അത്? അതുകൊണ്ട് നീതി സർവ്വ മനുഷ്യരുടെയും അവകാശമാണ്. അതായത് ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാകും, അല്ലെ? ഭർത്താവ് തന്നെയാണല്ലോ സാധാരണ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഭാര്യ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഭർത്താവിനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, നിങ്ങൾ ഇന്ന് വരെ എനിക്ക് എന്താ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഇന്ന് എന്തൊരു ഗുണ എനിക്ക് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ എന്താ എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്? ഇങ്ങനെ പറഞ്ഞിട്ട് മുമ്പ് ചെയ്തു കൊടുത്ത എല്ലാ കാര്യങ്ങളെയും അങ്ങ് ഇല്ലാണ്ടാക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു ഉപകാരം എനിക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ ചെയ്ത ഉപകാരങ്ങൾ മുഴുവനും ആ ഒരൊറ്റ ഒരു കാരണത്തിന്റെ പേരിൽ ആ ഒരു നന്ദിയില്ലാത്ത വാക്ക് പറയാൻ, ആ ഒരു വാക്കിന്റെ കാരണം കൊണ്ട് അവൾ സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ പോലും സ്വർഗം നിഷേധിച്ചു പോകുന്നതാണ്. എത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണത്. അപ്പോ ഭർത്താക്കന്മാരോട് ഈ രൂപത്തിലുള്ള വാക്കുകൾ പറയുന്ന സഹോദരിമാരിത് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള വാക്കുകൾ പറയാൻ പാടില്ല. കാരണം നമ്മൾ ഭർത്താവിനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ആ രൂപത്തിൽ തന്നെയുള്ള സ്നേഹം അവരിൽ നിന്ന് തിരിച്ചു കിട്ടുകയും ചെയ്യും. എന്തെങ്കിലും ചില കാരണത്തിന്റെ പേരിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ പേരിൽ, എന്തെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇതുപോലെയുള്ള വാക്കുകൾ പറയരുത്. അവർ ചെയ്തു തന്നിട്ടുള്ള നന്മകൾ, അതിനുള്ള നന്ദി നമ്മളിൽ നിന്ന് അങ്ങോട്ട് ഉണ്ടാവുകയും വേണം. അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതം നന്നാക്കി തെരുമാറാവട്ടെ. എല്ലാവരെയും അല്ലാഹു തആല നന്നാക്കി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.